ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് പുതിയൊരു ഹാമ്പറിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ന്യൂ ബോൺ ബേബിക്കുള്ള. നമ്മൾ വന്നിട്ടുള്ള ഷോപ്പാണിത്. ബേക്ക് ആൻഡ് പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പാണ്. ഭയങ്കരമുള്ള ചോക്ലേറ്റ്സ് ആണെങ്കിലും ഹാമ്പർ ഐ മീൻ ചോക്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹാമ്പേഴ്സും കാര്യങ്ങളും ഈ ടൈപ്പ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അത് കേട്ടോ, ആ ഓഫീസിൻ്റെ സീനിയർ റിയാസ്കൻ്റെ ഓഫീസാണ് കേട്ടോ, എൻ്റെ കുഞ്ഞിപ്പാൻ്റെ ഓഫീസ്. നല്ല പ്ലാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയിക്കൊണ്ട് കേട്ടോ. ഓനാണ് ഈ ഒരു ഷോപ്പ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തുണ്ടായിരുന്ന മറ്റൊരു ഷോപ്പിൽ ക്രാഫ്റ്റിൻ്റെ കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. അല്ല, ഞാൻ എങ്ങോട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഓഫീസ് കഴിഞ്ഞ് നേരെ വന്നത് വേഗരക്കാണ് കേട്ടോ. കുറച്ച് പനിയും തലവേദനയും ജലദോഷമൊക്കെ ഉണ്ട്. സോ വോയിസിലും ചെറിയൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. ഭയങ്കര മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിൽ കയറി. എന്താ പറയുക, ബേബീസിനൊക്കെ ഇങ്ങനെ ടർക്കി തന്നെയല്ലേ അത്. അപ്പോൾ അത് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ആരൊക്കെയോ പറഞ്ഞു വെച്ചിട്ടില്ലേ, ഗേൾസിന് പിങ്ക്, ബോയ്സിന് എന്താ പറയുക ബ്ലൂ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഓക്കെ, നമ്മളായിട്ട് ആരും ചടങ്ങ് അങ്ങ് തെറ്റിക്കേണ്ട. നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ ചെയ്യാനുള്ളത് ഒരു ആൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ന്യൂ ബോൺ ബേബി ബോയ് ആണ്. സോ ബ്ലൂ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കി ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലോത്ത് ആണെങ്കിലും നല്ല ഉഷാറാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. സോ ഇതാണ് ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട്. തണുപ്പിന് അല്ലെങ്കിൽ ഈ ക്ലൈമറ്റിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങുന്നതൊക്കെ ബ്ലൂ തീം ആകും. സോ എന്തുകൊണ്ടാണ് എല്ലാം ബ്ലൂ ആകിയെന്ന് വിചാരിക്കുക. പിന്നെ ബ്ലൂ കവറിൽ കണ്ടിട്ടുള്ള ഒരു വൈബ്സ് കണ്ടപ്പോൾ അത് വെച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഒരു നീലിമയെ കുറച്ച് എടുത്ത് കാട്ടിക്കോട്ടെ. പിന്നെ അത് ഈ ഒരു ടോയ്സ് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിശപ്പിൻ്റെ അസുഖം തുടങ്ങി. ഓഫീസ് കഴിഞ്ഞ് നേരെ പോയതല്ലേ, സോ നല്ല വിശപ്പുണ്ടായിരുന്നു. ഈ ഫുഡാണ് കഴിച്ചത്. പൊറോട്ടയും കാടയും ബീഫും ഉണ്ടായിരുന്നു. ഒരു മജ കിട്ടിയില്ല. അതൊന്ന് പരിഭവം മാറ്റാൻ വേണ്ടിയിട്ട് കാടമുട്ട അതും സെയിമിന് ഭയങ്കര ഷോക്കിനോട് എന്നിട്ട് കുറ്റം പറയാണോ ഹംകെന്ന് നിങ്ങൾ ചോദിക്കേണ്ട. ഉള്ളതുള്ള പോലെ ഈ സെബാമെഡിൻ്റെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് സത്യം പറയാലോ. ഞാൻ അറിയണത് ഈ ഒരു ഓർഡർ കിട്ടിയ സമയത്തട്ട അടാറ് റേറ്റാണ്. ഒരു സോപ്പിൽ തന്നെ ഉണ്ട് 500 രൂപ. പിന്നെ ബാക്കിയുള്ളതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലോ. നമ്മളൊന്ന് വേങ്ങരുന്ന സാധനമൊക്കെ വാങ്ങിയിട്ട് പോകുന്നതിന് ശേഷം പിന്നെ ഇത് കുന്നമ്പുറത്ത് പിറ്റത്തെ ദിവസമാണ് കേട്ടോ സെബാമെഡിൻ്റെ ഐറ്റംസ് വാങ്ങിയതും. പിന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുന്നമ്പുറം വേറൊരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഡ്രസ്സ് നോക്കുന്നത്. ഒക്കെ ഒരു ബ്ലൂ ടച്ചിലാണ് നമ്മൾ നോക്കുന്നത്. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ക്ലോത്ത് ഒരു മജ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാണെങ്കിൽ ക്ലോത്തും ഒക്കെയാണ്, ഒരു ബ്ലൂ തീമും ഉണ്ട്. സോ ഇതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഫിക്സ് ആക്കിയത്. ആ ഷോപ്പിൽ തന്നെ ഒരു ബേബി കെയറിൻ്റെ ഒരു കിറ്റും കൂടി വാങ്ങിട്ടോ. പിന്നെ ടവലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒക്കെ നീലയിൽ അങ്ങ് പിടിച്ചു. ഇപ്പം കണ്ടില്ലേ, ഒരു ഹാമ്പർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറേ ഷോപ്പിൽ ഇറങ്ങി കയറേണ്ടി വരും. എൻ്റെ കഷ്ടപ്പാടുകൾ എന്താണെന്ന് നിങ്ങളും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് വെയ്യുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ ബൈ.